ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധർമ്മകർമ്മങ്ങളെ കുറിച്ചുള്ള ബന്ധമാണ് സൂചിപ്പിച്ചിരുന്നത്. ധർമ്മത്തിൽ നിന്നും അത് നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണ് കർമ്മം. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് ധർമ്മത്തിന് സമാനമായിട്ടല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഋണതയോ ആധിക്യമോ ഉണ്ടാവും. അതാണ് കർമ്മബാധ്യത എന്ന് പറയുന്നത്. അപ്പൊ കർമ്മബാധ്യതകൾ എന്ന് പറയുന്നത് പല രൂപത്തിൽ വരും. പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ വരും, ചിന്തയുടെ രൂപത്തിൽ വരുമെന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇനി അപ്പൊ ചിന്ത എന്ന് പറയുന്നത് കർമ്മം തുടങ്ങുന്ന ഇടമാണ്. പലപ്പോഴും കർമ്മം തുടങ്ങുന്നത് ചിന്തയിലാണ്, കർമ്മം ചെയ്യുന്നത് വ്യക്തിയാണ്. പക്ഷെ കർമ്മം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് അവന്റെ ചുറ്റുമുള്ള പരിസരം എന്നുള്ളൊരു കാര്യമുണ്ട്. അവന്റെ പ്രകൃതിയിൽ, അവന്റെ പരിസരത്ത്, ഓരോ പരിസ്ഥിതിയിൽ അവൻ കർമ്മം ചെയ്യുന്നു. ആ ചെയ്യുന്ന കർമ്മങ്ങള് അവനിൽ മാത്രമാണോ ബാധിക്കുക എന്നൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോ ചിന്തയിൽ ആരംഭിക്കുന്നതാണ് കർമ്മം. ധർമ്മത്തെ കർമ്മമാക്കാൻ വേണ്ടി ആദ്യം തുടങ്ങുന്നത് ചിന്തയാണ്. അത് ശാരീരിക പ്രക്രിയകളാകുന്നു, ശാരീരിക പ്രവർത്തനങ്ങളാകുന്നു. അത് രണ്ടാമതൊരു തലമാണ്. അതാണ് സാധാരണ രീതിയിൽ കർമ്മം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതൊരു തലമുണ്ട്. നമ്മൾ ഏത് പരിസരത്ത്, ഏത് പരിസ്ഥിതിയിൽ, ഏത് പശ്ചാത്തലത്തിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. ആ പശ്ചാത്തലത്തിൽ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പരിസരത്തെ ബാധിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ളവരെ ബാധിക്കുന്നു. അപ്പോൾ വ്യക്തിഗത നില എന്നുള്ളതിനപ്പുറത്തേക്ക് സാമാജിക നിലയിലേക്ക്, സാമാജിക തലത്തിലേക്ക് അത് മാറുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? Social actions are karmic forces that affect all members of the society. സാമൂഹിക കർമ്മതലം. വ്യക്തിഗത കർമ്മങ്ങൾ പോലെ തന്നെ നാം പൊതുവായ സാമൂഹിക കർമ്മങ്ങൾ കൂടി ചെയ്യാറുണ്ട്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതിനാൽ അവന്റെ ഓരോ പൊതു കർമ്മങ്ങളും സമൂഹത്തിന്റെ പൊതുവായ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. മലിനീകരണം, വനവൽക്കരണം, സാംസ്കാരിക മൂല്യത്തകർച്ച, അഴിമതി, കൂട്ടായ നല്ല പ്രവർത്തനം എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്. ആ കർമ്മത്തിന്റെ പ്രതിഫലനങ്ങൾ സമൂഹത്തെ പൊതുവായാണ് ബാധിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കർമ്മത്തെ ചെയ്യാത്തവർക്കും അതിനെ അനുകൂലിക്കാത്തവർക്ക് പോലും കർമ്മഫലം ലഭ്യമായിരിക്കും. മനസാ വാച കർമ്മണ ഭാഗമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും നല്ലത് മാത്രം ചിന്തിക്കുന്നവർ ദോഷമായ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്താലാണ് പലരും ഈ കർമ്മഫലം എന്നത് മനസ്സിലാക്കാത്തതും അതിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതും. സാമൂഹിക ജീവിയായ മനുഷ്യന് തനിയെ ഒരു അസ്തിത്വം ഇല്ല എന്നത് തന്നെയാണ് സാമൂഹിക കർമ്മഫലത്തിന് കാരണം. ഇവിടെ നമ്മൾ പറയുന്നതിൽ ഇപ്പോ വനവൽക്കരണം, മലിനീകരണം എന്നൊക്കെ ഉള്ള പദങ്ങൾ ഞാനിവിടെ ഉപയോഗിച്ചു. ഇത് പെരിഫറൽ ആയിട്ടുള്ളതാണ്. ഒരു വ്യക്തി ഒരു കർമ്മം ചെയ്യുന്നു, ഒരു കർമ്മം എന്തോ ആയിക്കോട്ടെ, ഒരു കർമ്മം ചെയ്യുന്നു. അയാളുടെ ശരീരപരിധിക്ക് വെളിയിലാണത് ചെയ്യുന്നതെങ്കിൽ ഇത് സാമൂഹിക കർമ്മമാണ്. ഉറപ്പായിട്ടും അത് സാമൂഹിക കർമ്മഫലം പരിസ്ഥിതിയിൽ അതിന്റെ ഇളക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഒരു ജീവി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ജീവി പരിസരം എന്നുള്ളതിന്റെ കൂടെ നമ്മൾ മറ്റൊന്നും കൂടെ കാണേണ്ടതുണ്ട്. ജീവി നിലനിൽക്കുന്ന സമാജം എന്ന് പറയുന്നത്, ആ ജീവിയുടെ സമാജം എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു പ്രക്രിയ പരിസരത്ത് ആഘാതമുണ്ടാക്കുന്നു. അതിന്റെ പ്രതിഫലനം സമാജത്തിലേക്ക് കിട്ടുന്നു എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ വ്യവസ്ഥാ നിയമത്തിലെ ആ കൂടുകൾക്കകത്ത് കൂടുകളായ സംവിധാനത്തെക്കുറിച്ച്, ആ ക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സോഷ്യൽ ആക്ഷൻസ് ആർ കാർമിക് ഫോഴ്സസ് ദാറ്റ് അഫക്ട് ഓൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. സാമൂഹികമായിട്ടുള്ള കർമ്മങ്ങൾ കാർമിക് ഫോഴ്സസ് ആണ്, കർമ്മശക്തികളാണ്. അത് എല്ലാ മെമ്പർമാരെയും, സൊസൈറ്റിയിലെ എല്ലാ മെമ്പർമാരെയും ബാധിക്കും. വ്യക്തിഗത കർമ്മങ്ങൾ പോലെ തന്നെ നാം പൊതുവായ സാമൂഹിക കർമ്മങ്ങൾ കൂടെ ചെയ്യാറുണ്ട്. നമ്മുടെ ശരീരപരിധി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം തന്നെ സാമൂഹിക കർമ്മങ്ങളാണ് എന്നത് കൂടെ ചേർത്ത് വായിക്കണം. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഇല പറിച്ച് തിന്നുന്നു.
ജീവന്റെ അവസാന ഘടികയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരേ ഒരു ഇലയാണെന്നിരിക്കട്ടെ, അതിനെയാണ് നമ്മൾ പറിക്കുന്നതെങ്കിൽ ആ പ്രദേശത്തേക്കുള്ള അല്ലെങ്കിൽ നമുക്കൊരു വിത്താണ് നമ്മൾ എടുത്ത് കഴിക്കുന്നത്. ഈ ആ വിത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം വെറുതെ മാറ്റം വരുത്തിപ്പോയി, ഈ ഒരു വിത്തേ ഉള്ളൂ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിത്തിനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ ജീവവർഗത്തിന്റെ നില തന്നെ ഇല്ലാതെയാവും അല്ലേ. അപ്പോൾ നമ്മൾ വ്യക്തിഗതമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം സാമൂഹികമായിട്ടുള്ള ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടെ ചേർത്ത് വായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് വ്യക്തിഗത കർമ്മങ്ങൾ പോലെ തന്നെ നാം പൊതുവായ സാമൂഹിക കർമ്മങ്ങൾ കൂടി ചെയ്യാറുണ്ട്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതിനാൽ അവന്റെ ഓരോ പൊതുകർമ്മങ്ങളും സമൂഹത്തിന്റെ പൊതുവായ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഈ പൊതുകർമ്മം എന്നുള്ളത് അവന്റെ ഓരോ കർമ്മങ്ങളൊന്ന് ആൾട്ടർ ചെയ്ത് വായിക്കുന്നത് നന്നായിരിക്കും. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതിനാൽ അവന്റെ ഓരോ കർമ്മങ്ങളും സമൂഹത്തിന്റെ പൊതുവായ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. നമുക്ക് പ്രകടമായി പറയാവുന്ന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ മലിനീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മലിനീകരിച്ചാൽ അത് സമൂഹത്തെ മൊത്തത്തിൽ ആണ് ബാധിക്കുക. ഒരാൾ വനവൽക്കരണം നടത്തിയ സമൂഹത്തിന് എല്ലാത്തിനും ആണ് ഗുണം കിട്ടുക. സാമൂഹികമായിട്ടുള്ള മൂല്യത്തകർച്ച വന്നു കഴിഞ്ഞാൽ സമൂഹത്തിലെ എല്ലാവർക്കുമാണ് ബാധിക്കുക. ഒരാൾ അഴിമതി ചെയ്തു കഴിഞ്ഞാൽ ആ അഴിമതി എന്നുള്ളത് ആ ടോട്ടൽ സിസ്റ്റത്തെയാണ് ബാധിക്കുക. കൂട്ടായ നല്ല പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൂടെയാണ് അത് കിട്ടുക. അവരെന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ പ്രതിഫലനങ്ങൾ സമൂഹത്തെ പൊതുവായാണ് ബാധിക്കുക. അങ്ങനെ വരുമ്പോ ആ കർമ്മത്തെ ചെയ്യാത്തവർക്കും അതിനെ അനുകൂലിക്കാത്തവർക്ക് പോലും ആ കർമ്മഫലം ലഭ്യമായിരിക്കും. ഇപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുന്നു, നിങ്ങൾ ആരും അതിന്റെ ഭാഗമാകുന്നില്ല, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ബോംബ് പൊട്ടിച്ച നിങ്ങളും എല്ലാവരും അതിന്റെ ഫലം സ്വീകരിക്കേണ്ടി വരും. ഇപ്പോ മനസാ വാച കർമ്മണ ഭാഗമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും നല്ലത് മാത്രം ചിന്തിക്കുന്നവർ ദോഷമായ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമ്മളവിടെ അനുഭവിക്കുന്ന, സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുന്നതല്ല. അത് സമൂഹം ഉണ്ടാക്കിയതാണ്. സമൂഹത്തിലെ മറ്റംഗങ്ങൾ, മറ്റ് എലമെന്റുകൾ, മറ്റ് കാലങ്ങൾ, മറ്റ് ഘട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ അതുകൊണ്ടാണ് സാമൂഹ്യമായിട്ട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസാ വാച കർമ്മണ ചിന്തിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല, അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ നമ്മളിപ്പോ അനുഭവിക്കേണ്ടി വരുന്നത് മറ്റുള്ളവരെല്ലാം ചെയ്തതിന്റെ ആണെന്ന് നമുക്കറിയില്ല, നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതൊരു വൈരുദ്ധ്യമാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്. മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ ചെയ്തു, നമ്മൾ ഒരിടത്ത് ഒരു അടി കൊടുത്തു, നമുക്ക് കൈവേദനിച്ചു, നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് കൈവേദനിച്ചു, പക്ഷെ നമ്മൾ അടിച്ചിട്ടില്ല, പക്ഷെ കൈവേദനിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പൊ അതിനർത്ഥം അത് എന്തുകൊണ്ടുണ്ടാവുന്നു നമുക്കറിയില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ വൈരുദ്ധ്യത്താലാണ് പലർക്കും ഈ കർമ്മഫലം എന്നത് മനസ്സിലാകാത്തത്. പലരും കർമ്മഫലത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഇത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യര് തനിയെ സ്വതന്ത്രമായിട്ട് ഒരു അസ്തിത്വം ഇല്ല എന്നത് തന്നെയാണ് ഈ സാമൂഹിക കർമ്മഫലത്തിന്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല, നമ്മളെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ സമൂഹത്തെയും ബാധിക്കും, നമ്മുടെ മുഴുവൻ സമൂഹം ചെയ്യുന്നത് നമ്മളെയും ബാധിക്കും. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കർമ്മഫല സിദ്ധാന്തം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഞാൻ ഭാവത്തിൽ നിന്ന് മാത്രം, ആ ഒരു ഇടത്ത് മാത്രമാണ് ബാധിക്കുക. ബാക്കി ഇവിടെയുള്ള കർമ്മങ്ങളും കർമ്മഫലങ്ങളും എല്ലാം സാമൂഹികമായിട്ടുള്ള ഒരു ആഘാതവും പ്രത്യാഘാതവും സൃഷ്ടിക്കുന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് സാമൂഹിക കർമ്മതലം എന്നുള്ളതാണ് അടുത്ത തലം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ സാമൂഹികമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. അതുമായിട്ട് നമുക്ക് അടുത്ത തലത്തിലേക്ക് നാളെ പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.